Dear students, I am going to explain probability theory, probability 1. Introduction to probability theory. First, the basic definitions. Random experiment. An experiment whose all possible outcomes are known in advance, but the outcome of any specific performance cannot be predicted before the completion of the experiment. എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഒരു ട്രയൽ അതിന്റെ വരാൻ സാധ്യതയുള്ള ഔട്ട്കമുകളൊക്കെ നേരത്തെ അറിയാം. പക്ഷെ ഏത് ഔട്ട്കം വരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ എക്സ്പെരിമെന്റിനെയാണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ടോസിങ് എ കോയിൻ, ടോസിങ് എ ഡൈ ഫ്രം എ ഡെക്ക് ഓഫ് കാർഡ്സ്. എ കാർഡ് ഈസ് ചോസൺ അറ്റ് റാൻഡം. ഇതെല്ലാം റാൻഡം എക്സ്പെരിമെന്റ് ആണ്. കോയിൻ ടോസ് ചെയ്യുന്നത്, ഡൈ ടോസ് ചെയ്യുന്നത്, ഒരു കാർഡ്, ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് ഒരു കാർഡ് എടുക്കുന്നത്, രണ്ട് ടീം തമ്മിൽ ഫുട്ബോൾ കളിക്കുന്നത്, ഇതൊക്കെ റാൻഡം എക്സ്പെരിമെന്റ്. ദെൻ സാമ്പിൾ പോയിന്റ്. ഇത് a set of all possible outcome associated with the same random experiment. It is denoted by S. That means കിട്ടാൻ സാധ്യതയുള്ള ഔട്ട്കമ്മുകളുടെ സെറ്റിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. സാമ്പിൾ സ്പേസ് ഡിനോട്ട് ചെയ്യുന്ന എസ് എന്ന ലെറ്റർ കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ എക്സ്പെരിമെന്റ് ഓഫ് ടോസിങ് എ ഡൈ, എസ് ഈക്വൽ ടു, ഒരു ഡൈ ടോസ് ചെയ്താൽ സാമ്പിൾ സ്പേസിലുള്ള സാമ്പിൾ സ്പേസ് എസ് 1 2 3 4 5 6. ഇതാണ് സാമ്പിൾ സ്പേസിലെ മെമ്പേഴ്സ്. Then experiment or trial. It is a series of action where the outcomes are always uncertain. ഇതൊരു സീരീസ് ആക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ കോയിൻ ഇങ്ങനെ ടോസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ഡൈ ടോസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ കാർഡിന്റെ അകത്ത് ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് കാർഡ് എടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം ട്രയൽസുകളാണ്, എക്സ്പെരിമെന്റ് ആണ്. ടോസിങ് എ കോയിൻ, സെലക്ടിങ് എ കാർഡ് ഫ്രം എ ഡെക്ക് ഓഫ് കാർഡ്സ്, ത്രോയിങ് എ ഡൈ, ഇതെല്ലാം ട്രയൽസ് ആണ്, എക്സ്പെരിമെന്റ് ആണ്. Then event. Any subset of a sample space is called event. Example, in a throwing a dice, A equal to 1 4 5. ഒരു ഡൈ ടോസ് ചെയ്താൽ സാമ്പിൾ സ്പേസിൽ ഉള്ള മെമ്പേഴ്സ് 1 2 3 4 5 6 ആണ്. ഇതിന്റെ ഏതെങ്കിലും ഒരു സബ്സെറ്റ്, ഇപ്പൊ 1 2, ഇതുപോലെ 1 2 4 1 2 4 ഒരു ഈവന്റ് ആണ്. അല്ലെങ്കിൽ ഓഡ് നമ്പർ, ദാറ്റ് ഈസ് 1 3 5 ഒരു ഈവന്റ് ആണ്. അല്ലെങ്കിൽ ഈവൻ നമ്പർ 4 2 4 6, ഇതൊക്കെ ഈവന്റ് ആണ്. ദാറ്റ് ഈസ് എനി സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ് ഈസ് കോൾഡ് ഈവന്റ്. ദെൻ കോംപ്ലിമെന്റ് ഓഫ് എൻ ഈവന്റ്. കോംപ്ലിമെന്റ് ഓഫ് എൻ ഈവന്റ്. Complement of an event. It is a set of all outcomes which are in S but not in A is called the complement of an event and is denoted by a bar or a complement. That means നമ്മൾ വെൻ ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ ഇത് യൂണിവേഴ്സൽ സെറ്റ് എസ്, സാമ്പിൾ സ്പേസ് എസ്, ഇത് എ, ഇതാണ് എ. അങ്ങനെ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഇതിന് പുറത്തുള്ളതാണ്. ഇതിന്റെ പുറത്തുള്ളത് എക്കകത്തില്ലാത്ത ഇതാണ് എ കോംപ്ലിമെന്റ്. എയിൽ ഇല്ലാത്തതിനെയാണ് നമ്മൾ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. Then mutually exclusive events. Two events are said to be mutually exclusive or disjoint if the occurrence of one precludes means rule out the simultaneous occurrence of the others. എന്ന് പറഞ്ഞാൽ ഒരു ഈവന്റ് സംഭവിച്ചാൽ മറ്റൊരു ഈവന്റ് സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ, എക്സാമ്പിൾ ആയിട്ട് ഒരു ഡൈ ടോസ് ചെയ്യുന്നു. എ ഈവൻ നമ്പർ ആണ്, 2 4 6 ഒരു ഈവന്റ് ആണ്.
ഓഡ് നമ്പർ 1, 3, 5. ഇത് ഈവൺ നമ്പർ, ഇത് ഓഡ് നമ്പർ. ഇത് രണ്ടും ഈ ഇയും ഓയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഈ സംഭവിച്ചാൽ ഓ സംഭവിക്കില്ല, ആൻഡ് വൈസ് വേഴ്സ. Equally likely. Events are said to be equally likely when each event is likely to occur as any other event. ഓരോ സാമ്പിൾ പോയിന്റും അല്ലെങ്കിൽ ഈവന്റും സംഭവിക്കാനുള്ള സാധ്യത തുല്യമാണെങ്കിൽ ഈക്വലി ലൈക്ലി ഈവന്റ്സ് എന്ന് പറയും. ഇപ്പൊ ഒരു ഡൈ ടോസ് ചെയ്താൽ 1, 2, 3, 4, 5, 6 ഈക്വലി ലൈക്ലിയാണ്. ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡും ടൈലും ഈക്വലി ലൈക്ലിയാണ്. ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ സ്പേഡ് 1, സ്പേഡ് 2, സ്പേഡ് 3, ഹാർട്സ് 1, ഹാർട്സ് ആസ്, ഹാർട്സ് 10, ഇതെല്ലാം ഈക്വലി, ഓരോ കാർഡും ഈക്വലി ലൈക്ലിയാണ്. ദെൻ എക്സോസ്റ്റീവ് ഈവന്റ്സ്. Events A and B are said to be exhaustive events if no event outside this set can result as an outcome of an experiment. എന്ന് പറഞ്ഞാൽ ഒരു ഡൈ ടോസ് ചെയ്താൽ 1, 2, 3, 4, 5, 6 അല്ലാതെ വേറൊന്നും സംഭവിക്കൂല. സാമ്പിൾ സ്പേസിലുള്ള ഇത് മാത്രമേ സംഭവിക്കൂ, അതല്ലാത്തതൊന്നും സംഭവിക്കൂല. ഇതിനെയാണ് നമ്മൾ എക്സോസ്റ്റീവ് ഈവന്റ്സ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി, എയും ബിയും എ ആൻഡ് ബി ആർ സെറ്റ് ബി എക്സോസ്റ്റീവ്. എയും ബിയും കൂടെ ഈ എക്കും ബിക്കും ഔട്ട്സൈഡിൽ ഒന്നും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ദിസ്. ദെൻ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിക്ക് പല ഡെഫിനിഷൻസ് ഉണ്ട്. എല്ലാ ഡെഫിനിഷനും വൺ ആൻഡ് ദ സെയിം ആയിരിക്കും. അതിന്റെ ഡെഫിനിഷനുള്ള വ്യത്യാസം ഉണ്ടാവുള്ളൂ. Classical definition of probability: if n represent the total number of equally likely, mutually exclusive, and mutually unexhaustive outcome of an experiment, and m of them are favorable to the happening of the event A, then the probability of happening of the event A is said to be probability of A equal to m by n എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് കിട്ടാനുള്ള സാധ്യത ടോട്ടലി നമ്പർ 2 ആണ്, ഹെഡ് ഒരെണ്ണാണ്, അപ്പൊ 1/2. ഇനി അല്ല, ഒരു ഡൈ ടോസ് ചെയ്തു. ഡൈ ടോസ് ചെയ്യുമ്പോൾ 4 or 5 കിട്ടാനുള്ള സാധ്യത 4 or 5, അപ്പൊ ടോട്ടൽ 6 ആണ്. 4 or 5 എന്നുള്ളത് 2 ആണ്, 2/6. ഇനി ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് ചെയ്ത് ഒരു കാർഡ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ആസ് ആകാനുള്ള സാധ്യത ടോട്ടൽ കാർഡ് 52 ആണ്, ആസ് 4 എണ്ണമാണ്, 4/52. ഇനി ഒരു ഡൈ ടോസ് ചെയ്യുന്നു, അതിന്റെ ഈവൺ നമ്പർ കിട്ടാനുള്ള സാധ്യത. ഡൈ ടോസ് ചെയ്യുമ്പോൾ ആകെ 6 ഔട്ട്കമാണ്, n equal to 6 ആണ്. അതിൽ ഈവൺ നമ്പർ കിട്ടാനുള്ള സാധ്യത ഈവൺ നമ്പർ 3 ആണ്. ഇതാണ് ദിസ് ഈസ് ദ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത്. Then next we define the axioms of probability, that is probability 0 less than or equal to probability of A less than or equal to 1. Probability of A എപ്പോഴും 0യോ അതിൽ കൂടുതലോ 1നോ ഇടയിലായിരിക്കും. This is very important. പ്രോബബിലിറ്റി, ഒരു ഈവന്റെ പ്രോബബിലിറ്റി 0ക്കും 1നും ഇടയിലായിരിക്കും. സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി 1 ആയിരിക്കും. ഇമ്പോസിബിളി ഉണ്ട്, ഒന്നും സംഭവിക്കാതിരിക്കാനുള്ള സാധ്യത 0. പ്രോബബിലിറ്റി എ പ്ലസ് എ കോംപ്ലിമെന്റ്, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 1 ആയിരിക്കും. എ സംഭവിക്കാനുള്ള സാധ്യതയും എയിൽ ഇല്ലാത്തത് സംഭവിക്കാനുള്ള സാധ്യതയും കൂടെ കൂട്ടിയാൽ 1 ആയിരിക്കും. സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. S equal to 1. പ്രോബബിലിറ്റി ഓഫ് എസ് സാമ്പിൾ സ്പേസ് is equal to 1. ഇത് മൂന്നും നമ്മൾ ഓർത്തിരിക്കുന്നതാണ്. പ്രോബബിലിറ്റി എപ്പോഴും 0ക്കും 1നും ഇടയിലും ആയിരിക്കും. എയുടെയും എയുടെ പ്രോബബിലിറ്റിയും എ കോംപ്ലിമെന്റിന്റെ പ്രോബബിലിറ്റിയുടെ 1 ആയിരിക്കും. സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി 1 ആയിരിക്കും. Then addition theorem on probability, that is probability of A union B equal to probability of A plus probability of A B minus probability of A intersection B. എന്ന് പറഞ്ഞാൽ ഇതൊരു സാമ്പിൾ സ്പേസ്, ഇത് എ, ഇത് ബി.
എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും ഉള്ളതെല്ലാം കൂടെ കൂടിയിട്ടാണ്. അപ്പം എ യൂണിയൻ ബിയുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എയിലുള്ള പ്രോബബിലിറ്റി ഇത് പ്ലസ് ബിയിലുള്ള പ്രോബബിലിറ്റി, ഈ ബിയുടെ പ്രോബബിലിറ്റി മൈനസ് എ ഇന്റർസെക്ഷൻ ബി, ഈ പ്രോബബിലിറ്റി കുറയ്ക്കുന്നതാണ്. ഇത് 2 പ്രാവശ്യം കൂട്ടുന്നു. എയുടെ കൂട്ടത്തിലും ബിയുടെ കൂട്ടത്തിലും ഈ ഭാഗം കൂട്ടി, അതുകൊണ്ട് അത് ഒരു പ്രാവശ്യം കുറയ്ക്കണം. അതാണ് അഡീഷണൽ തിയറം ഓൺ പ്രോബബിലിറ്റി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. Probability of A union B equal to probability of A plus probability of B minus probability of A intersection B. Then independent event. Independent event. Two events A and B are said to be independent if the occurrence or non-occurrence of one does not affect the probability of the occurrence or non-occurrence of the other. എന്ന് പറഞ്ഞ 2 ഈവന്റ് എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞാൽ എ സംഭവിച്ചാൽ എ സംഭവിച്ചാൽ ബി സംഭവിക്കാനോ സംഭവിക്കാതിരിക്കാനോ ഉള്ള സാധ്യതയില്ല. എക്സാമ്പിൾ, 2 balls are drawn from a bag one after other with replacement. ഒരു ബാഗിന്റെ അകത്തുനിന്ന് 2 ബോൾ എടുക്കുന്നു, വിത്ത് റീപ്ലേസ്മെന്റ്, തിരിച്ചിടുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ബോൾ എടുത്തു കഴിഞ്ഞിട്ട് അത് തിരിച്ചിട്ടിട്ടാണ് രണ്ടാമത്തെ ബോൾ എടുക്കുന്നത്. അപ്പൊ ബാഗിന്റെ അകത്ത് 10 ബോൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ ബോൾ എടുക്കാൻ നേരത്തും 10 ബോൾ ഉണ്ടാവും. അത് തിരിച്ചിട്ടിട്ടാണ് രണ്ടാമത്തെ ബോൾ എടുക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ബോൾ എടുക്കുമ്പോഴും 10 ഉണ്ടാവും, 10 നമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ഈവന്റ് എന്ന് പറയുന്നത്. Then dependent event. If the occurrence of one event affect the probability of the occurrence of other event, then the events are said to be dependent. എന്ന് പറഞ്ഞാൽ എയും ബിയും ഡിപ്പെൻഡ് ആണെങ്കിൽ എ സംഭവിച്ചത് കഴിഞ്ഞാൽ ബിയുടെ സംഭവ്യ അല്ലെങ്കിൽ ബി സംഭവിക്കാനുള്ള സാധ്യതയിൽ മാറ്റം വരും. എക്സാമ്പിൾ, 2 balls are drawn from a bag one after other without replacement. തിരിച്ചിടാതെ ഒരു ബാഗിൽ നിന്ന് 2 ബോൾ എടുക്കുന്നു തിരിച്ചിടാതെ. ദാറ്റ് മീൻസ് ഒരു ബാഗിൽ 10 ബോൾ ഉണ്ടെന്ന് വെക്കുക. ആദ്യത്തെ ഒരു ബോൾ എടുക്കുന്നു, അതിനകത്ത് 10 ബോൾ ഉണ്ടാവും. അത് തിരിച്ചിടാതെ രണ്ടാമത്തെ ബോൾ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് 1 കുറയും, പിന്നെ 9 ബോളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു ബോൾ എടുത്തു, അപ്പൊ ഈ ആദ്യത്തെ ബോൾ എടുക്കുന്നതും രണ്ടാമത്തെ ബോൾ എടുക്കുന്നതും ഡിപ്പെൻഡ് ആണ്. ആദ്യത്തേനെ ഡിപ്പെൻഡ് ചെയ്തതാണ്. എന്നാൽ തിരിച്ചു ബോൾ നേരത്തെ നമ്മൾ ഇവിടെ ചെയ്ത പോലെ തിരിച്ചു ബോൾ ഇടുന്നുണ്ടെങ്കിൽ അത് ഇൻഡിപെൻഡ് ആണ്. തിരിച്ചു ബോൾ ഇടുന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡ് ആണ്, തിരിച്ചു ബോൾ ഇടുന്നില്ലെങ്കിൽ ഡിപ്പെൻഡ് ആണ്. ഇതാണ് നമ്മൾ ഇൻഡിപെൻഡന്റ്. തിരിച്ചു ബോൾ ഇടുന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ്, തിരിച്ചു ബോൾ ഇടുന്നില്ലെങ്കിൽ ഡിപ്പെൻഡന്റ്. Then De Morgan's law. A union B complement is equal to A complement intersection B complement. എന്ന് പറഞ്ഞാൽ A complement A union B complement, A union B, ഇത് B. ഇതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ പുറത്തുള്ളതാണ്. ഇതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. എക്കകത്ത് ഇല്ലാത്തതും ബിക്കകത്ത് ഇല്ലാത്തതും. അതുപോലെ തന്നെ സെക്കൻഡ് വൺ, ഡി മോർഗൻസ് ലോയിലെ സെക്കൻഡ് വൺ, എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇതാണ് എ, ഇതാണ് ബി. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് എ ഇന്റർസെക്ഷൻ ബി. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആയിരിക്കും. എ കോംപ്ലിമെന്റിന്റെയും ബി കോംപ്ലിമെന്റിന്റെ യൂണിയൻ ആയിരിക്കും. ഇതാണ് 2 ഡി മോർഗൻസ് ലോ. ചിലയിടത്ത് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ നേരത്ത് ഉപയോഗിക്കും. ഓക്കെ. ദെൻ മൾട്ടിപ്ലിക്കേറ്റീവ് തിയറം ഓൺ പ്രോബബിലിറ്റി. Probability of A intersection B equal to probability of A into probability of B given A.
എയും ബിയും പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും സംഭവിക്കാനുള്ള സാധ്യത, എയും ബിയും എ ആൻഡ് ബി സംഭവിക്കാനുള്ള സാധ്യത, എ സംഭവിക്കാനുള്ള സാധ്യത ഇൻറ്റു എ സംഭവിച്ചു കഴിഞ്ഞാൽ ബി സംഭവിക്കാനുള്ള സാധ്യത, വിച്ച് ഈസ് ഓൾസോ സെയിം ആസ് ബി സംഭവിക്കാനുള്ള സാധ്യത ഇൻറ്റു ബി സംഭവിച്ചു കഴിഞ്ഞാൽ എ സംഭവിക്കാനുള്ള സാധ്യത. ഈ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ മീൻസ് കണ്ടീഷണൽ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ സംഭവിച്ചു കഴിഞ്ഞാൽ ബി സംഭവിക്കാനുള്ള സാധ്യതയ്ക്കാണ് കണ്ടീഷണൽ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സംഭവിച്ചു കഴിഞ്ഞാൽ ബി സംഭവിക്കാനുള്ള സാധ്യത. ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്നുള്ളത് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ. അതാണ് ഇതാണ് പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ. ഇതിനാണ് കണ്ടീഷണൽ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ തന്നു കഴിഞ്ഞാൽ എ സംഭവിച്ചു കഴിഞ്ഞാൽ ബി സംഭവിക്കാനുള്ള സാധ്യത. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ബി തന്നെയായിരിക്കും. എ സംഭവിച്ചു കഴിഞ്ഞാൽ ബി സംഭവിക്കാനുള്ള സാധ്യതയ്ക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിരിക്കും. ഇതാണ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് മൾട്ടിപ്ലിക്കേറ്റീവ് തിയറം ഓൺ പ്രോബബിലിറ്റി. മൾട്ടിപ്ലിക്കേറ്റീവ് തിയറം ഓൺ പ്രോബബിലിറ്റി ഞാൻ ഒന്നും കൂടെ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചോണം. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എയും ബിയും സംഭവിക്കാനുള്ള സാധ്യത, എ സംഭവിക്കാനുള്ള സാധ്യത ഇൻറ്റു എ സംഭവിച്ചു കഴിഞ്ഞാൽ ബി സംഭവിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ എയും ബിയും സംഭവിക്കാനുള്ള സാധ്യത, ബി സംഭവിക്കാനുള്ള സാധ്യത ഇൻറ്റു ബി സംഭവിച്ചു കഴിഞ്ഞാൽ എ സംഭവിക്കാനുള്ള സാധ്യത. If A and B are independent, probability of A intersection B is equal to probability of A into probability of B. Yes. നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക്